നമ്മൾ ഒരു സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. ഇൻസ്ട്രുമെന്റ് ഫോർ മെഡിക്കേഷനകത്ത് നിന്ന് നമ്മൾ 10 റൈറ്റ്സിലേക്ക് പോയി. ആ 10 റൈറ്റ്സിലേക്ക് പോയിട്ട് 10 റൈറ്റ്സ് മെഡിക്കേഷൻ എററിലേക്ക് പോകുന്നു. മെഡിക്കേഷൻ എറർ എന്താണ്? മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രഗ്, ഔഷധം എന്ന് മലയാളത്തിൽ പറയും. മെഡിക്കേഷൻ എന്ന് പറയുന്ന ഔഷധ പ്രയോഗമാണ്. ഔഷധ പ്രയോഗത്തിന് അതിന് വേറെ കുറെ കാര്യങ്ങൾ കൂടെ വേണം. ഔഷധം ഒരു ടിന്നിനകത്ത് പാരസെറ്റമോളായാലും ഒരു ടിന്നിനകത്ത് കുറെ വർഷം ഇരുന്ന് കഴിഞ്ഞാൽ അതൊന്നും സംഭവിക്കത്തില്ല. പക്ഷേ അതൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് അതൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞ് അയാൾക്ക് റിയാക്ഷൻ വരുന്ന ആളാണ്, അല്ലെങ്കിൽ അത് മാറിക്കൊടുത്തു എനിക്ക് വരുമ്പോഴത്തേക്ക് പ്രശ്നം ഉണ്ടാകും. അത് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. വാട്ട് ഈസ് ഡെഫിനിഷൻ? വാട്ട് ഈസ് മെഡിക്കേഷൻ എറർ? അത് ഡിഫൈൻ ചെയ്യാം. ഈ ഡെഫിനിഷനൊക്കെ തന്നെ ഒരു പരീക്ഷ എഴുതാൻ പോകുന്നവരൊക്കെ ഉദ്ദേശിച്ചാണ്. എനി എറർ in prescribing, dispensing or administration of a drug, irrespective of such error, lead to adverse consequence or not. അതിനകത്ത് റെഡിങ്ങില് കൊടുത്തിരിക്കുന്ന പ്രത്യേകം ശ്രദ്ധിച്ചോണം. അതായത് ഞാനൊരു സിനറി എടുക്കുകയാണ്. പ്രൊഫസർ ഒപ്പിയിരിക്കുന്നു. സാർ അവിടെ ഒരു നമ്മുടെ ഹോസ്പിറ്റലിൽ സാർ ഒരു മരുന്ന് എഴുതുന്നു. തൊട്ടപ്പുറത്ത് ഫാർമസി കൊണ്ടുവന്ന് കൊടുക്കുന്നു. അവിടുന്ന് ഫാർമസിസ്റ്റ് ഒരു മരുന്നെടുത്ത് പേഷ്യന്റിന് കൊടുക്കുന്നു. പേഷ്യന്റിന് കൊടുത്ത് അതിപ്പുറത്ത് അഡ്മിനിസ്റ്റർ ചെയ്യാൻ ഒരു ഇഞ്ചക്ഷൻ ആണെങ്കിൽ അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഷീജയുടെ കൊണ്ടുവന്ന് കൊടുക്കുന്നു. അന്നേരം ഈ എറർ ക്യാൻ ഹാപ്പൻ മൂന്ന് സ്ഥലമായി. ഒന്ന് സാറിന്റെ റൂം, പിന്നീട് ഈ ഫാർമസി, പിന്നീട് അഡ്മിനിസ്റ്റർ ചെയ്തത് സ്ഥലം. അതുകൊണ്ടാണ് അത് പറയുന്നത് എന്താണ്? Definition, any error in prescribing, dispensing or administration a drug irrespective of such error leads to adverse consequence of not. ചിലപ്പോഴത് അഡ്വേഴ്സ് കോൺസിക്വൻസ് ഉണ്ടാക്കാം, ചിലപ്പോൾ അതില്ലാതെ വരാം കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് തന്ന മരുന്ന് പാരസെറ്റമോൾ മരുന്ന് വേറെ ഡിസ്റ്റിന് എന്താ കട്ടായിപ്പോയി, പക്ഷെ ഞാൻ കഴിച്ചു, എനിക്കൊരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് അത് എന്താ പറഞ്ഞിരുന്നത്? അഡ്വേഴ്സ് കോൺസിക്വൻസ് ഇല്ല. അതേസമയം ആ തന്ന മരുന്ന് അമോക്സിൻ എനിക്ക് റിയാക്ഷൻ വരുന്ന പേഷ്യന്റ് അസുഖമാണ്. ഞാനൊരു അമോക്സിന് റിയാക്ഷൻ വരുന്ന ഒരു പേഷ്യൻ്റാണ്. അന്നേരം ആ ഡ്രഗ് എനിക്ക് തന്നപ്പോൾ എനിക്ക് റിയാക്ഷൻ വന്ന അനാഫിലാക്സിസ് വന്നെങ്കിൽ അവിടെ അഡ്വേഴ്സ് കോൺസിക്വൻസ് ഉണ്ട്. ഞാൻ ആ ഡെഫിനിഷൻ ശരിക്കും മനസ്സിലായോ? ഡെഫിനിഷൻ എന്ന് പറയുന്നത് എനി എറർ ഇൻ പ്രിസ്ക്രൈബിങ് ഒരു സ്ഥലം, അവിടെ ഒരെണ്ണവും കൂടെ ആഡ് ചെയ്യാം. ട്രാൻസ്ക്രിപ്ഷൻ എന്താണ്? ട്രാൻസ്ക്രിപ്ഷൻ പറഞ്ഞാൽ സാറിന്റെ അക്ഷരം നല്ല അക്ഷരമാണ്. അതുകൊണ്ട് അവിടെ ആരെങ്കിലും കമ്പ്യൂട്ടറിന് പ്രിന്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. അവിടെയാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്. മനസ്സിലായോ? അന്നേരം പ്രിസ്ക്രിപ്ഷൻ അത് ഇറ്റ് ക്യാൻ ഹാപ്പൻ അറ്റ് പ്രിസ്ക്രിപ്ഷൻ ഓർ ട്രാൻസ്ക്രിപ്ഷൻ. അന്നേരം അമ്മാനോട് എഴുതിയപ്പോൾ ഏതാണ്ട് ഒരു സ്പെല്ലിംഗ് ഒക്കെ മാറിപ്പോയി. അവിടെ ട്രാൻസ്ക്രിപ്ഷൻ എററായി. അന്നേരം ഇറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ പ്രിസ്ക്രിപ്ഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ഇവിടെ ഡിസ്പെൻസിംഗ് ഓർ. ഞാൻ ആദ്യം മൂന്ന് സ്ഥലം പറഞ്ഞു. അതിന് ഞാൻ പത്രാക്കി 4. എന്നിട്ട് ഇത് മനസ്സിൽ ഉറച്ചോ 4 ഇനി ക്ലാസിഫിക്കേഷൻ എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് മെഡിക്കേഷൻ എറർ. അതിന്റെ അവസാനത്തെ വരി നിങ്ങൾ നോക്കിയേ. ഞാൻ പറഞ്ഞ 4 വേർഡ് അവിടെ വന്നിട്ടുണ്ടോ? പ്രിസ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്, ട്രാൻസ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്, ഈ ഡിസ്പെൻസിങ് വന്നിട്ടുണ്ട്, അഡ്മിനിസ്ട്രേഷൻ വന്നിട്ടുണ്ട്. അത് നല്ല മനസ്സിലായല്ലേ? ഇനി അതിന്റെ മുകളിലേക്ക് ഞാൻ പോവുകയാണ്. അതായത് ഇതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഇന്റർസെപ്റ്റഡ് എറർ ആൻഡ് ആക്ച്വൽ എറേഴ്സ്. എന്താണ്? 2 വേർഡ്, ഇന്റർസെപ്റ്റഡ് എറേഴ്സ് ആൻഡ് ആക്ച്വൽ എറേഴ്സ്. എന്ത് ഇന്റർസെപ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ ജിയോമെട്രി പഠിക്കുമ്പോൾ ലൈൻ ഇന്റർസെപ്റ്റ് അനദർ ലൈൻ, അതിനെ ഖണ്ഡിക്കുക എന്നുള്ളതാണ് ഇന്റർസെപ്റ്റ് എന്നുള്ള വേർഡിന്റെ ഉദ്ദേശം, അർത്ഥം. നമ്മൾ ഫുട്ബോൾ കളിക്കുമ്പോൾ ഒരു ബോൾ കൊണ്ട് ഒരു ഭാഗത്തെ ഗോൾ പോസ്റ്റ് വീഴാതെ തട്ടി മാറ്റുന്ന അത് ഇന്റർസെപ്ഷനാണ്. എന്നിട്ട് അത് എയിമിൽ എത്തിയോ ഗോളായോ ഇല്ല. അതുപോലെ ഈ ഇന്റർസെപ്റ്റഡ് എറർ എന്ന് പറഞ്ഞാൽ an error which will not
treat the patient. മനസ്സിലായോ? Actual error is an error which reaches the patient. ഇത്രയും കാര്യം മനസ്സിലായോ? ഞാൻ ഈ മെഡിക്കേഷൻ എറർ പറഞ്ഞൊന്നുമില്ല. ഇത്ര ഏതെങ്കിലും ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ഇത് ഇത്രയും മനസ്സിലായാൽ ഞാൻ അടുത്തേക്ക് പോകാം. ഇതെന്ന് പറഞ്ഞാൽ മെഡിക്കേഷൻ എറർ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് രണ്ടായിട്ടാണ്. ഇന്റർസെപ്റ്റഡ് എറർ, ആ പേഷ്യന്റിൽ എത്തത്തില്ല കേട്ടോ. അത് ആക്ച്വൽ എറർ എന്ന് പറഞ്ഞാൽ പേഷ്യന്റിൽ എത്തും. അതെന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മള് ഈ ഫാർമസിയില് ആർഷ ഒരു പേഷ്യന്റ് കൊടുത്തു. ഉടനെ അയാൾക്ക് തോന്നി ആ പേഷ്യന്റ് മാറിപ്പോയി. ആ പേഷ്യന്റ് ജയിലിൽ കുറേ പോയി അതിന് പാലിച്ചു. പേഷ്യന്റിൽ എത്തിയോ? ഇല്ല. മനസ്സിലായോ? പിന്നെ അയാൾക്ക് സാർ എഴുതിയിരിക്കുന്ന ഒരു സംശയം ഇതാണോ ഒരു സംശയം. സാറിന് സാർ എഴുതിയിരിക്കുന്നത് ഇതന്നാണോ? അത് തന്നെ അല്ലെങ്കിൽ അല്ല. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ചിലപ്പോഴൊക്കെ ഈ ചിലപ്പം ഡയസിപ്പം പിന്നെ അല്ലെങ്കിൽ പ്രീ മെഡിക്കേഷൻ എടുത്തിട്ട് ഒരു മണിക്കൂർ മുമ്പ് കൊടുക്കാൻ ചിലപ്പോൾ ഞാൻ സ്റ്റാർട്ട് എഴുതി പോകും. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത് അങ്ങനല്ല എഴുതി. ഞാൻ ഉദ്ദേശിച്ചതല്ല. കാരണം ബോധത്തോടു കൂടി ഒന്നും എഴുതിയല്ല. അതുകൊണ്ട് ഞാൻ ചെന്ന് പറഞ്ഞു അതെടുത്ത് പറഞ്ഞു എന്നിട്ട് ആ എറർ ആ പേഷ്യന്റിനെ കിട്ടിയിട്ടില്ല. അന്നേരം പേഷ്യന്റിൽ എത്തുന്നതിനാണ് ആക്ച്വൽ എറർ എന്ന് പറയുന്നത്. പേഷ്യന്റിൽ എത്താത്തയാണ് ഇന്റർസെപ്റ്റഡ് എറർ. മനസ്സിലായി? ഇത് ആക്ച്വൽ എററും ഇന്റർസെപ്റ്റഡ് എററും എല്ലാം ഈ 4 ലെവലിലും വരും. ഏതൊക്കെയാ? പ്രിസ്ക്രിപ്ഷനിൽ വരാം, ട്രാൻസ്ക്രിപ്ഷനിൽ വരാം, പിന്നെ ഡിസ്പെൻസിംഗ് വരാം. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മനസ്സിലായി അല്ലേ? അടുത്തിലേക്ക് പോകും. ഇത് കണ്ടതൊക്കെ എന്തോ പോലെ തോന്നുന്നു. അതായത് ഈ ഡയഗ്രത്തിൽ പറയുന്ന ഫിഷ് ബോൺ ഡയഗ്രം എന്നാണ് പറയുന്നത്. ഈ ഞാനും പഠിക്കുന്നുണ്ടോണെന്ന് എനിക്കറിയാമല്ലോ. ഞങ്ങൾ രണ്ടും കൂടെ വ്യക്തി നോക്കിയപ്പോൾ ഒത്തിരി എണ്ണം ഒഴുകി വരും. കാരണം എല്ലാ ഫീൽഡിലും ഇത് ഉണ്ട്. എക്കണോമിക്സ്, കൊമേഴ്സ് അല്ലേ? ഞാൻ ഒരുപാട് എണ്ണത്തിനുണ്ട്. അവസാനം നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഈ ഫിഗർ ഞാൻ കണ്ടുപിടിക്കും. അതിന്റെ ഇനി അറ്റം നോക്കിയ ഒരു ഫിഷിന്റെ തല. ഇത് ഒരു മീനിന്റെ തലയാണ്. തലയുടെ ബോൺ മാത്രമാണ്, അല്ലാതെ ഫ്ലഷ് ഇല്ല. നിങ്ങൾ കഴിക്കുന്ന സാധനമില്ല. ഇത് ആ മീനിന്റെ തലയുടെ എല്ല്. ആ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അത് തല. അതായത് അവിടാണ് എന്ത് എടുത്തിരിക്കുന്നത്? മെഡിക്കേഷൻ എറർ. ഇതിന്റെ ഹെഡിങ് കണ്ടോ? RCA ഓഫ് മെഡിക്കേഷൻ എറർ. എന്താണ് RCA എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? റൂട്ട് കോസ് അനാലിസിസ്. റൂട്ട് കോസ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ മൂലകാരണം കണ്ടുപിടിക്കുന്നു. എന്താ കണ്ടുപിടിക്കുന്നത്? മൂലകാരണം. അതിന്റെ പേര് കാര്യത്തിന്റെ വേര് കണ്ടുപിടി. അടിക്കൊണ്ട് കൊണ്ടെടുക്കുന്നു എന്നൊക്കെ പറയത്തില്ലേ? അതാണ് അതിന് അതിന്റെ ഇത് അതിന്റെ നട്ടല്ലാണ് ഈ ബ്രൗൺ കളറൊക്കെ കൊടുക്കുന്നത്. പിന്നെ അതിന്റെ സൈഡിലേക്ക് പല പല എല്ലുകളുണ്ട് അല്ലേ? കണ്ടല്ലേ? അതില് രണ്ട് സൈഡിലോട്ട് വാരിയല്ലോ, എന്തോ അതിന്റെ സൈഡിലോട്ടല്ലോ ഉള്ളതല്ലേ? അതില് ആദ്യത്തെ മേളിൽ നോക്കിയ പ്രിസ്ക്രിപ്ഷൻ ആണ്. രണ്ടാമത് എന്തോ കൊടുത്ത് ട്രാൻസ്ക്രിപ്ഷൻ അല്ലേ? മൂന്നാമത്തെ കൊടുത്തേക്കുന്ന പേഷ്യന്റ് റെസ്പോൺസ്. ഇത് മൂന്നും ഒരു വശത്തേക്കും. അതിന് താഴെ നോക്കിയ ഡിസ്പെൻസിങ് കണ്ടോ? പിന്നീട് സ്റ്റോറേജ് ആൻഡ് പാക്കിംഗ് ആൻഡ് ലേബലിംഗ്. എല്ലാവരും ഉണർന്നിരിക്കും. ചായ വന്നപ്പോഴത്തേക്ക് എല്ലാവരും ഞാൻ പറയുമ്പോഴത്തേക്ക് എല്ലാവരും തോന്നി ഞാൻ പരാജയപ്പെട്ടു പോകുന്നു. പിന്നെ ഇപ്പോൾ അങ്ങനെ അഡ്മിനിസ്ട്രേഷൻ. ഇതിനകത്ത് ഓരോന്നിനെ കുറിച്ച് നമുക്ക് നോക്കാം. പ്രിസ്ക്രിപ്ഷൻ. അതിന് വേണ്ടിയിരിക്കുന്ന എന്താണ്? ഓർഡർ ഇല്ലെജിബിൾ. എൻ്റെ അക്ഷരം പോലെ കേട്ടോ. നിങ്ങളുടെ എല്ലാവരും അക്ഷരം കേമോ
അതൊക്കെ ചുരുക്കച്ചത്രേ ഉള്ളൂ. കാരണം എന്താ പറഞ്ഞാൽ പഠിച്ച് ഒരു പ്രായമായി ഇറങ്ങിക്കഴിയുമ്പോൾ അക്ഷരമൊക്കെ മാറും. അതുകൊണ്ടാണ് അതിൻ്റെ ആദ്യത്തെ പ്രിസ്ക്രിപ്ഷൻ എന്താ ആദ്യം കൊടുത്തിരുന്നത്? ഓർഡർ ഇല്ലെജിബിൾ, പിന്നെ ഓർഡർ വിത്തൗട്ട് ടൈം ഇന്റർവെൽ, സമയം എത്ര സമയം ഇടപെട്ട് കൊടുക്കണമെന്ന് എഴുതില്ല. PDന്നോ TDന്നോ ഒന്നും എഴുതിയിട്ടില്ല. പാരസെറ്റമോൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അടുത്ത ഓർഡർ വിത്തൗട്ട് ഡോസ്, പാരസെറ്റമോള് പിന്നെ 500 or 650 ഒന്നും എഴുതിയിട്ടില്ല. ഓർഡർ വിത്തൗട്ട് ഡോസ്. ശരിക്കും പറയുന്നത് നമ്മൾ ഈ ഓക്സിജൻ കൊടുക്കുമ്പോൾ തന്നെ ഇത്ര ലിറ്റർ, 2 ലിറ്റർ, 1 hour അല്ലെങ്കിൽ 2 hour കൊടുക്കണമെന്നാണ്. അതാണ് അതിന്റെ പ്രിസ്ക്രിപ്ഷൻ. ഓക്സിജൻ ഈസ് എ ഡ്രഗ്. അല്ലാതെ വെറുതെ ഓക്സിജൻ കൊടുക്കുന്നല്ല പറയുന്നത് കേട്ടോ. അത് ശരിക്കും പറയുകയാണെങ്കിൽ 2 ലിറ്റർ ഓക്സിജൻ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ കൊടുക്കുക എന്ന് പറയുന്നത്. ഞാൻ സാധാരണ അവിടെ പോസ്റ്റ് ഓഫീസിൽ കൊടുക്കുന്ന ഓക്സിജൻ കൊടുക്കണമെന്ന് പറയുന്നത് അവർ ചോദിച്ചത് എത്ര ലിറ്റർ അവർക്കറിയാം. ഞാൻ ഉദ്ദേശിക്കുന്നത് എത്ര ലിറ്റർ എന്ന് അവർക്കറിയാം. അവരത് വെക്കും. എന്നിട്ട് കുറേ ഞാൻ 1/2 മണിക്കൂർ കൊടുക്കണമെന്ന് പറയും. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് അവർ മാറ്റിക്കോട്ടെ ചോദിക്കും. ഇതിന് ശരിക്കും ഓക്സിജൻ ആയാൽ പോലും അങ്ങനെ പറയണമെന്നാണ് കേട്ടോ. അന്നേരം ഓർഡർ വിത്തൗട്ട് ഡോസ്, പിന്നെ ഓർഡർ വിത്തൗട്ട് ഇൻഡിക്കേഷൻ, ഒരു കാരണമില്ലാതെ കൊടുക്കുന്നത് കേട്ടോ. ഒരു കാരണമില്ലാതെ കൊടുക്കുന്നതിനാണ് ഇത് അവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ട്രാക്ക് ചേഞ്ച് വിത്തൗട്ട് ഡിസ്കണ്ടിന്യൂയിങ് പ്രീവിയസ് വൺ. പറഞ്ഞാൽ ഒരു പേഷ്യന്റ് ഒരു ആന്റിബയോട്ടിക് കൊടുത്തിരുന്നു, അതിന് കുറവില്ല എന്ന് പറഞ്ഞു. വേറൊരു ആന്റിബയോട്ടിക് ചേഞ്ച് ചെയ്തിട്ടു, പക്ഷെ ആദ്യം നോക്കിയില്ല. മനസ്സിലായല്ലേ? അതാണ് ചേഞ്ച് വിത്തൗട്ട് ഡിസ്കണ്ടിന്യൂയിങ് പ്രീവിയസ് ഓർഡർ ഡോസ് ഇൻഅപ്രോപ്രിയേറ്റ്. ആവശ്യത്തിനുള്ള ഡോസ് ഇല്ല. പേഷ്യന്റിന് 1 gram 1 milligram കൊടുക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചു. പക്ഷെ എഴുതി വന്നപ്പോൾ അതിന്റെ ഇപ്പുറത്ത് ഒരു കുത്തു വീണു പോയി. അന്നേരം അവിടെ 0.1 എന്നാണ് വായിക്കുന്നത് അല്ലേ? അന്നേരം പക്ഷെ അവിടെ ഒരു റൂളുണ്ട്. നമ്മളൊരു നമ്പർ എഴുതുന്ന പോയിന്റിന് ഇപ്പുറത്ത് ഒരു 0 എന്ന് ഇട്ടിരിക്കണമെന്നുണ്ട് കേട്ടോ. അന്നേരം എന്താണ് അത് നമ്മൾ ശരിക്കും ഡോസ് ആവശ്യത്തിന് കൊടുക്കില്ല കേട്ടോ. അതാണ് ഓർഡർ വിത്തൗട്ട് ഫ്രീക്വൻസി. പിന്നെ റൂട്ട് നോട്ട് സ്പെസിഫൈഡ്. റൂട്ട് നോട്ട് സ്പെസിഫൈഡ് കണ്ണിലൊഴിക്കണോ, മൂക്കിലൊഴിക്കണോ, ചെവിയിലൊഴിക്കണോ എന്ന് പറഞ്ഞിട്ടില്ല. ഒരു ഡ്രോപ്സ് കണ്ണിലൊഴിക്കാൻ 2 ഡ്രോപ്പ് വെച്ചിട്ട് 2 മണിക്കൂർ ഇടപെട്ട് ഒഴിക്കാൻ പറഞ്ഞു. അവർ മനസ്സിലാക്കിയില്ല. അവരെന്ത് ചെവിയിലെടുത്തൊഴിച്ച്. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. ഇത്രയാണ് പ്രിസ്ക്രിപ്ഷൻ. അതിന്റെ കോഴ്സ് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി കണം പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഇത് കുറച്ചെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിൽക്കണം. കാരണം ഈ ടോപ്പിക്ക് ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ എന്നെ വിളിച്ചൊരു ക്ലാസ് എടുത്തു. ഞാൻ ആ ബുക്ക് എടുത്ത് നോക്കിയപ്പോൾ അത് ക്ലാസ് നടന്നിട്ടുണ്ട്. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് ആദ്യത്തെ ആളിനെ വിളിച്ച് ചോദിച്ചു, രണ്ടാമത്തെ ആളിനെ വിളിച്ചു പക്ഷേ ഞാനിത് ചോദിച്ചു വന്നപ്പോൾ ഈ കൊച്ച് കുറച്ച് കാര്യങ്ങൾ അതുകൊണ്ടാണ് ഇന്ന് അതിന് ഞാൻ ബോഡിയാക്കി കേട്ടോ. അടുത്ത ഇതിന്റെ പ്രിസ്ക്രിപ്ഷൻ. അതിന് ഇതിൽ താഴെ എഴുതിയിരിക്കുന്ന വായിച്ചാൽ എറേഴ്സ് ആർ മോർ ഫ്രീക്വന്റ് ഡ്യൂറിങ് പ്രിസ്ക്രൈബിങ്. അത് മനസ്സിലായി. അത് എത്ര ഉണ്ട്? 2 സൈഡിൽ 4 എട്ടെണ്ണമുണ്ട് അല്ലേ? പിന്നെ തൊട്ടപ്പുറത്തെ എന്നിട്ട് ഇത്രയും ഞാൻ പറഞ്ഞു തന്നാലും പിന്നെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? ഇതെങ്ങനെയാണ് ഈ ഫിഷ് ബോൺ ഡയഗ്രാം മനസ്സിലാക്കേണ്ടതെന്നും മനസ്സിലായി. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ അലർജി നോട്ട് ഡോക്യുമെന്റഡ് ഇൻ ദ മെഡിക്കേഷൻ. നമ്മൾ പല ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ടൈമിൽ എത്ര അലർജി ഉണ്ടെന്നുള്ള നോട്ട് ചെയ്യും. പക്ഷെ അത് അവിടെ നോട്ട് ചെയ്തിട്ടില്ല. രണ്ടാമത്തെ അലർജി നോട്ട് ഡോക്യുമെന്റഡ് ഇൻ ദ ഓർഡർ ഷീറ്റ്. മനസ്സിലായില്ലേ? അതൊന്നും കൂടി പറയേണ്ടുന്ന കാര്യമില്ല. ഓർഡർ ട്രാൻസ്ക്രിപ്റ്റഡ് ഇൻകറക്റ്റ്ലി, സ്പെല്ലിംഗ് മാറി, അല്ലെങ്കിൽ ഇൻസിഡാൽ എന്നുള്ള ഡ്രഗിന് പകരം ഇന്ററാൾനായി അല്ലേ? ഇൻസിഡാൽ എന്ന് പറയുന്ന നമ്മുടെ ഈ അലർജി കൊടുക്കുന്നത്, ഇന്ററാൾ എന്ന് പറയുന്നത് കൺട്രോളാണ്. അന്നേരം ഈ ഞാനൊക്കെ എഴുതുമ്പോൾ ഇങ്ങനെ ഈ എന്ന് പറഞ്ഞ ഐ കാണും, ബാക്കി അവസാനം എല്ലും കാണും, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒന്നും കാണത്തില്ല. അതുകൊണ്ട് അത് മനസ്സിലായത് ഓർഡർ ട്രാൻസ്ക്രൈബ് ഇൻകറക്റ്റ്ലി, ഓർഡർ നോട്ട് അറ്റ് ഓൾ ട്രാൻസ്ക്രൈബ്, ഓർഡർ അത്രയാണ് മനസ്സിലായി. ഈ ഫിഗറിന്റെ ഈ സീക്രട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി എനിക്ക് പെട്ടെന്ന് വായിച്ചു പോകാം അല്ലേ? അടുത്ത ഈ പേഷ്യന്റ് റെസ്പോൺസ്. പേഷ്യന്റിനും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അടുത്ത ഇംപ്രോപ്പർ റെക്കോർഡിംഗ് ഓഫ് ദി പേഷ്യന്റ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. പേഷ്യന്റ് പറഞ്ഞില്ല എനിക്ക് കഴിഞ്ഞ ആഴ്ച ഒരു
കേസ് ഉണ്ടായിരുന്നു. പേഷ്യൻ്റ് പേഷ്യൻ്റ് അനസ്തീഷ്യ കൊടുക്കാൻ ടേബിളൊക്കെ ഇരിക്കുമ്പം പേഷ്യൻ്റെ പൾസ് എടുക്കുക. ഞാൻ അവരുടെ ചോദിച്ചാൽ നോക്കി ഞാൻ എന്തെങ്കിലും ഫൈറ്റിംഗ് കാണുമ്പോൾ അവരുടെ നോക്കാൻ പറയാം. അവർ പറയുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാം. അന്നേരം ഞാൻ ഇതെല്ലാം ചെയ്യും. അന്നേരം പേഷ്യൻ്റ് അനസ്തീഷ്യ കൊടുക്കും. പേഷ്യൻ്റ് ഓപ്പറേഷൻ കഴിഞ്ഞു. അടുത്ത ദിവസം ഞാൻ രാവിലെ അവരുടെ ചോദ്യം ഞാൻ പറയുന്നത് രാവിലെ അവരെ കണ്ട കാര്യങ്ങൾ. അന്നേരമാണ് പല രഹസ്യങ്ങളും പിടിക്കുന്നത്. എന്നാലും ഇതിന് ഈ പേഷ്യൻറ്റിന് നേരത്തെ ആദ്യമൊക്കെ വല്ലായിട്ടുണ്ടായിരുന്നു. അത് അവരുടെയായി പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിരുന്നു. നിങ്ങളെന്താ പറഞ്ഞ് അതൊക്കെ അന്നേരം സത്താ പറയുന്നത്. കാരണം പറഞ്ഞ അവർ പക്ഷെ ചെയ്തു കൊടുക്കത്തില്ല. അതുകൊണ്ടാണ് ഇന്നേരം ഈ പേഷ്യൻ്റ് ഈ ഇംപ്രോപ്പർ റെക്കോർഡിംഗ് ഓഫ് പേഷ്യൻ്റ് അഡ്വേഴ്സ് റിയാക്ഷൻ, ഇംപ്രോപ്പർ അസസ്മെന്റ് ഓഫ് ഡ്രഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞ പേഷ്യൻ്റ് പിന്നെ ഈ വയറ്റുവേദന നമ്മൾ മരുന്ന് കൊടുത്തോ, വയറ്റുവേദന കുറഞ്ഞോ ഇല്ലയോ അവർ പറഞ്ഞില്ല. അവർ പറഞ്ഞല്ല. ഇത് നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റില്ല. അവർ പറഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ പേഷ്യൻ്റ് നോട്ട് ഫോളോയിങ് ഫിസിഷ്യൻസ് പ്രിസ്ക്രിപ്ഷൻ ഡോസ് ആൻഡ് ഓർഡർ. മരുന്ന് വാങ്ങിച്ച് തലവേദന കൊണ്ട് വെച്ചേക്കുക, കഴിക്കുന്നില്ല. പിന്നെ അന്നേരം അതെല്ലാം പേഷ്യൻ്റ് റെസ്പോൺസിബിലിറ്റി. ഈ താഴോട്ട് ഡിസ്പെൻസിങ് റോങ് പ്രിസ്ക്രിപ്ഷൻ ഡിസ്പെൻസ്. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ഇന്റർവാളിന് പകരം ഇൻസിഡാൾ കൊടുത്തു. എക്സ്പയർഡ് ഡ്രഗ് അവിടെ എക്സ്പയറി ആയ ഡ്രഗ് കൊടുത്തു. അതെല്ലാം ഡിസ്പെൻസിങ്ങിലുള്ള പ്രശ്നങ്ങളാണ്. ഡൈല്യൂട്ടഡ് ഡ്രഗ് കാരണം നമ്മൾ പീഡിയാട്രിക്സിലെ ഒരു ഡൈല്യൂഷൻ ഉള്ള ഡ്രഗ് ഉണ്ട്. അതിന് വേറൊരു കോൺസെൻട്രേഷൻ ഉള്ള ഡ്രഗ് മാറിപ്പോയി. റോങ് ഡ്രഗ് ഡിസ്പെൻസ്. അതെല്ലാം എവിടെ വരുന്ന ഡിസ്പെൻസിങ് എറർ. പിന്നെ അത് കഴിഞ്ഞ് സ്റ്റോറേജ് പാക്കിംഗ് ആൻഡ് ലേബലിംഗ്. ദിസ് ക്യാൻ ബി ഇൻ ദ വാർഡ് ഓർ ഇവിടെ വാർഡിൽ നമ്മൾ ചില മരുന്നെല്ലായിട്ട് പിന്നെ ഒരു ലേബലൊക്കെ ചെയ്തു വെച്ചേക്കാം ഇല്ലേ. ഒരു കുറച്ച് ഡ്രഗ് എടുത്ത് നമ്മുടെ എടുക്കാൻ വേണ്ടി. അന്നേരം ഇംപ്രോപ്പർ സ്റ്റോറേജ് ലീഡിങ് ടു മിക്സിംഗ് ഓഫ് ഡ്രഗ്. അത് വായിച്ചാൽ ശരിയാവും. ഞാൻ പറഞ്ഞുകൊണ്ടാവാം. മനസ്സിലായല്ലേ? അന്നേരം അതിനെക്കുറിച്ച് സംശയമില്ല. പിന്നെ അടുത്ത ഇൻഅപ്രോപ്രിയേറ്റ് ഓർ ഇല്ലെജിബിൾ നമ്മുടെ ബോട്ടിലിന്റെ പുറത്ത് അവർ എഴുതി വെച്ചേക്കുന്നത്. ഇത് നമ്മൾ ഈ പ്ലാസ്റ്റിക്കിന്റെ പുറത്ത് എഴുതി ഒട്ടിച്ചു വെക്കത്തില്ലേ? അന്നേരം അതും വായിക്കത്തിക്കൊണ്ടായതുകൊണ്ട് അത് റോങ്ങാണ്. പിന്നെ മിക്സിംഗ് ഓഫ് ബോട്ടിൽ ഡ്രഗ് ദാറ്റ് ആർ സിമിലർ ഇൻ അപ്പിയറൻസ്. ലാസ ലോക്കലി. പിന്നീട് ഇംപ്രോപ്പർ റിവ്യൂ ഓഫ് ഇൻസ്ട്രക്ഷൻ ഫോർ യൂസ് വാർണിംഗ് ആൻഡ് പ്രിക്കോഷൻ. ഒരിക്കലും നമ്മൾ വായിക്കത്തില്ല അല്ലേ? നമ്മൾ ഒരിക്കലും ഗൂഗിളിന്റെ പുറത്ത് എഴുതിയിരിക്കുന്ന നോക്കത്തില്ല. അതിനകത്ത് ട്രിപ്സിന്റെ പുറം വായിച്ചിട്ടുള്ള ആരും കൊടുക്കണം. സാർ പറഞ്ഞ പേരുകൾ വായിച്ചില്ല. പിന്നെ അടുത്ത എന്നിട്ട് അത് മനസ്സിലായി. ഇനി അടുത്തത് അഡ്മിനിസ്ട്രേഷൻ എറർസ്. ഇതിൽ അഡ്മിനിസ്ട്രേഷൻ എററിനെ കുറിച്ചും ഡിസ്പെൻസിങ് എററിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ പുറകെ വരുന്നവർ പറയുന്നുണ്ട്. അടുത്ത ഡ്രഗ് അഡ്മിനിസ്ട്രേറ്റ് വിത്തൗട്ട് ഫിസിഷ്യൻ ഓർഡർ. മുമ്പ് എനിക്ക് സംഭവിച്ചാണ്. ഞാനൊരിക്കൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു സിസ്റ്റർ ഒരു ഐപി തന്നെ ഇടയ്ക്ക് ഒരു 8 ml 8 ml ടെൻസിസിസ് കഴിഞ്ഞിട്ട് 8 ml. ഞാൻ ചോദിച്ചത് എന്തോളൂ? 2 ഫോട്ടോയിന് 2 ഡൈസ് കാണും. അന്നേരം 2 60 ഫോട്ടോയിനും പിന്നെ 40 ഡൈസ് കാണും. ഞാൻ ചോദിച്ചു എന്തിനാ എടുക്കുന്ന ഡിസ്കൗണ്ട് ആരെങ്കിലും അഡ്വൈസ് ചെയ്തിരുന്നു? തന്നെ എടുക്കുന്നത്. അന്നേരം അതാണ് അത് കൊടുക്കാനേ പാടില്ല. പിന്നെ ഡ്രഗ് അഡ്മിനിസ്ട്രേറ്റ് ടു റോങ് പേഷ്യന്റ് മാറി കൊടുക്കുക. പേര് നമ്മുടെ 5 റൈറ്റ്സിലെ ആദ്യത്തെ റൈറ്റ് പേഷ്യന്റ്. പിന്നെ ഇൻകറക്റ്റ് എൻട്രി ഓഫ് ഓർഡർ ഇൻ ദ ഫാർമസി മൊഡ്യൂൾ. അതിനകത്ത് അവിടെ എറർ വന്നു കഴിഞ്ഞു. പിന്നീട് ഷെഡ്യൂൾ ഡോസ് നോട്ട് ഡോക്യുമെന്റഡ് ആസ് അഡ്മിനിസ്ട്രേറ്റ്. നമ്മൾ മരുന്ന് കൊടുത്തു പക്ഷേ എഴുതിയില്ല. അതും അഡ്മിനിസ്ട്രേഷൻ എററാണ്. പിന്നെ ഇൻഫ്യൂഷൻ റേറ്റ് എറർ. ഇൻഫ്യൂഷൻ 8 ഡ്രോപ്പ് വെച്ച് പിന്നെ നമ്മുടെ ഇത് കൊടുക്കാൻ പറഞ്ഞു. ഏതാ ഡോപ്പമിൻ കൊടുക്കാൻ പറഞ്ഞു. 16 ഡ്രോപ്പാ കൊടുത്ത് എററാണ്. 2 ഡ്രോപ്പ് വെച്ച് കൊടുത്ത് അത് എററാണ്. അല്ലേ? അടുത്ത റോങ് ഡ്രഗ് അഡ്മിനിസ്ട്രേറ്റ്.
റോങ് ട്രാക്ക്. അതായത് അത് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. റോങ് ഡോസ് റൂട്ട് ഫ്രീക്വൻസി സ്റ്റോറേജ്. ഇവിടെ എൻ്റെ സജ്ജന പിന്നെ റൈറ്റർ പറയുമ്പോൾ ഞാൻ പലപ്പോഴും ചോദിക്കാറില്ല ട്രാക്ക് എത്ര പ്രാവശ്യം ചെക്ക് ചെയ്യും പറഞ്ഞുകൊണ്ടത് അതിനെ പറഞ്ഞായിരുന്നു എടുക്കുന്നതിന് മുമ്പ് കൊടുക്കാൻ നമ്മളൊരു ഡ്രഗ് ഒരു ഇഞ്ചക്ഷനുള്ള ഡ്രഗ് നമ്മുടെ ഫാർമസിയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ നോക്കും. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ വാർഡിലെ ബോട്ടിനകത്ത് ഇട്ട് വെക്കുന്ന ബോട്ടിൽ മാറിപ്പോയി. കാരണം ബ്യൂട്രോയിഡ് ഇടുന്ന ഡ്രഗിനകത്ത് ബോട്ടിനകത്ത് അഡ്രിനാലിൻ ഇട്ടു, എറർ പറ്റി. അത് നോക്കാതില്ല, ബ്യൂട്രത്തിന്റെ ബോട്ടിലിൽ നിന്ന് എടുത്ത് കൊടുത്തു അല്ലേ? അത് നേരം അവിടുന്ന് കൊണ്ടുവരുമ്പോൾ പിന്നെ അലമാരിയിൽ എടുക്കുമ്പോൾ കൊടുക്കുന്നതിന് മുമ്പ് പിന്നെ അവസാനം ഞാൻ എപ്പോഴും അടിയാറുണ്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം. അത് പറയാൻ നോക്കില്ല, അത് ആരും പറയാറില്ല. കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എന്താണ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എന്ന് പറയുന്നത്? എന്താണെന്ന് പറ്റിപ്പോയെങ്കിൽ പറയണം. ഡോക്ടർ ക്യാൻ ഡു സംതിങ്. എനിക്ക് പറ്റിയിട്ടുണ്ട്. കാരണം എൻ്റെ സ്റ്റാഫിൻ്റെ അടുത്ത് എനിക്ക് ഞാൻ പിന്നെ ഒരു പെരുന്നോം കൊടുക്കാൻ പറഞ്ഞു. പുള്ളി പെരുന്നോം സിസേറിയൻ കെട്ടിക്കുന്ന പേഷ്യൻ്റ് പെരുന്നോം കൊടുത്ത പേഷ്യൻ്റ് ഫ്ലാബിയായി. എനിക്ക് ഉടനെ മനസ്സിലായി എന്താ സംഭവിച്ചത്. എന്താണ് സംഭവിച്ചത്? പേഷ്യൻ്റ് ഫ്ലാബിയായി. പെരുന്നോന്ന് പറഞ്ഞ സിസേറിയൻ കൊടുത്തത് സ്കോളിന്. ഞാൻ അവിടെ രൂപപ്പെട്ടു റെഗുലേറ്റ് ചെയ്തു. പേഷ്യൻ്റ് കുഴപ്പമില്ല. അന്നേരം ഡോക്ടർ പറഞ്ഞാൽ ഡോക്ടർ ക്യാൻ ഡു സംതിങ്. നിങ്ങൾക്കത് പറ്റത്തില്ല, മനസ്സിലായോ? അന്നേരം ഈ മാറിപ്പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് എനിക്കുണ്ട് പല പല കാര്യങ്ങൾ. അന്നേരം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലേ? ഇനി ഫിഷ് ബോൺ ഡയഗ്രാം കണ്ടാൽ പേടിക്കോ? ഇല്ല. എല്ലാവർക്കും വേണമെന്ന് ഒന്നോടൊന്ന് നോക്കിക്കോളൂ. എന്നെ കൈയടിച്ചിരുത്തരുത് അല്ലേ? ജസ്റ്റ് എല്ലാവരെയും പടമൊന്നും എടുക്കണമെന്നില്ല. ഞാൻ ആരെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള പരീക്ഷ ഇത് മനസ്സിലായില്ല, ഇത് നന്നായിട്ട് മനസ്സിലായില്ലേ? ഞാൻ ചോദിക്കണം. ഇനി അടുത്ത കടമ്പ ഇതാണ്. ഈ കടമ്പയും കൂടെ കഴിഞ്ഞാൽ ഞാൻ അതാണ് ഇതിന്റെ ആദ്യത്തെ ഹെഡിങ്ങുണ്ടോ? NCC MRP ഇൻഡെക്സ് ഓഫ് കാറ്റഗറൈസിംഗ് മെഡിക്കേഷൻ എഴുതുന്നുണ്ടോ? നിങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങളെ ചെവിയിലുള്ള ബ്രെയിനകത്ത് ഉദ്ദേശത്തിലുള്ളൂ. ഞാൻ ലാംഗ്വേജ് മറ്റു മലയാളത്തിലൊക്കെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ മനസ്സിലുള്ള നിങ്ങളുടെ മനസ്സിലേക്ക് കയറണം. ഇതൊരു നാഷണൽ കോർഡിനേറ്റിംഗ് കൗൺസിൽ ഫോർ മെഡിക്കേഷൻ എറർ റിപ്പോർട്ടിംഗ് ആൻഡ് പ്രിവെൻഷൻ. അതാണ് അതിൻ്റെ ഫുൾ ഫോം. മനസ്സിലായോ? ഇനി അതിനെക്കുറിച്ച് ഞാൻ രണ്ട് വാക്ക് പറയാം. ഈ മെഡിക്കേഷൻ എറർ വന്നാൽ എത്ര പേര് പറഞ്ഞിട്ടുണ്ട്? സാർ ആരും പറയത്തില്ല. കാരണം പറഞ്ഞതില്ലേ, കാരണം പണിഷ്മെന്റ് കിട്ടും, ആകെ നാറും കുളമാവും എന്ന് വെച്ചിട്ട് എല്ലാവരും നോക്കുന്ന ആർക്കാ പറ്റിയ. അവർക്ക് പറ്റുമ്പോൾ ഒരാൾക്ക് പറ്റുമ്പോൾ സന്തോഷം, അവർക്ക് പറ്റുമ്പോൾ അവർക്ക് വേദനിക്കും. അന്നേരം പലരും റിപ്പോർട്ട് ചെയ്യാറില്ല. മനസ്സിലായോ? അന്നേരം റിപ്പോർട്ടഡ് കേസ് എന്ന് പറയുന്നത് വളരെ ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ്. ടിപ്പ് ഓഫ് ഐസ്ബർഗ് എന്ന് പറഞ്ഞാൽ എന്തോന്ന് മനസ്സിലായോ? അതിൻ്റെ ഒരു മണി മാത്രം. നിങ്ങൾ ടൈറ്റാനിക് കണ്ടിട്ടുള്ള കാര്യങ്ങളൊന്നും കയറില്ല. ഈ മൊത്തം ഒരു മൊനയെ പുറത്തോട്ട് കാണുന്നത്, മെയിൻ പർവ്വതം വെള്ളത്തിലിടിക്കുക. പക്ഷേ അതാണ് കൂടുതൽ, അതിനകത്ത് തന്നെ ഇടിച്ചൊക്കെ. അന്നേരം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഒരു നാഷണലി വെച്ചിട്ടുള്ള ഒരു കൗൺസിലാണ് ഇത്. NCC നാഷണൽ കോർഡിനേറ്റിംഗ് കൗൺസിൽ എന്ന് പറയുന്നത്. അതെന്തിനെ കുറിച്ചാണ്? മെഡിക്കേഷൻ എററിനെ കുറിച്ചാണ്. അത് അതിൻ്റെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് തെറ്റുകാരോ പറ്റിയാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക. ആ റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ അത് അതിനെക്കുറിച്ച് പഠിച്ച് അത് വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ. ഇപ്പം ഇങ്ങനെ എറർ പറ്റിയിട്ടുള്ള നമ്മളെല്ലാം അറിയുന്നത് അല്ലേ? നമ്മൾ പഠിക്കുന്നത്, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ? അന്നേരം അത് ആ കൗൺസിലിൻ്റെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ എന്തോ ഇനം തിരിക്കല്. മനസ്സിലായോ?
നമ്മൾ സിനിമ തിയേറ്ററിൽ പോയാൽ തന്നെ A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ് ഇല്ലേ? അതുപോലെ ഇതിനെ A to I കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. A to I വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? A മുതൽ I വരെ ആകുമ്പോൾ എത്ര എണ്ണമുണ്ട്? അതിന് എണ്ണി നോക്കാം. 9 എണ്ണമുണ്ട്. ആ 9-ല് ഞാൻ 2 എണ്ണത്തിന് എടുക്കാം. ഈ ഇടതുവശത്ത് കണ്ടോ നിങ്ങൾ ആ കളർ കൊടുത്തിരിക്കുന്നത്? ആ ബ്ലൂ എന്തോ പറഞ്ഞിരിക്കുന്നത്? നോ എറർ. എന്താണ് നോ എറർ? അതാണ് കാറ്റഗറി A. അത് മനസ്സിലുറച്ചല്ലേ? പിന്നെ ഒരു ഗ്രീൻ കളർ ഉണ്ടോ? എന്താണ് എറർ കേട്ടോ? അത് മറ്റേതിന്റെ ഒട്ടിപ്പുറത്ത് കിടക്കുന്നത്. ആ സർക്കിളിന്റെ അകത്ത് 7 ഇപ്പുറത്ത് കിടക്കുന്നതാണ് I അല്ലേ? I. അതെന്താണ്? ഡെത്താണ് കേട്ടോ. അതെന്താണ്? I എന്ന് പറയുന്നത് ഡെത്താണ്. എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് പടിപടിയായിട്ട് നോ എറർ എന്ന എററിൽ കൂടെ അതേസമയം യെല്ലോ ഇത് കണ്ടോ? ഈ കാവി കളർ അത് എത്രണ്ണമുണ്ട്? 3 എണ്ണം. എത്രണ്ണം? 3 എണ്ണം. ആ 3 എണ്ണം 3 ലെറ്ററായി BCD അല്ലേ? BCD ആവുമ്പം അതിനകത്ത് എററുണ്ട്. ബട്ട് നോ ഹാം എന്ന് പറഞ്ഞാൽ ദോഷം ചെയ്തിട്ടില്ല. അന്നേരം എറർ ഇല്ലാത്തതിന് എറർ ഉള്ളതിനകത്തോട് ഡെത്തിലേക്ക് എത്തുക. പിന്നെ എത്ര എണ്ണം ഉണ്ട്? 4. അന്നേരം ആ 9-ന് നമ്മൾ 1, 3, 4 പിന്നെ 1 അല്ലേ? ആദ്യം പറഞ്ഞ ഒന്നും അടുത്ത് കിടക്കുക. ഒരെണ്ണം നോ എറർ, ഒരെണ്ണം ഡെത്ത്. അന്നേരം ഇതിനകത്ത് എങ്ങനെ പോകുന്നു നമുക്ക് നോക്കാം. ആദ്യത്തെ BCD അത് നമുക്ക് പഠിക്കാം. BCDയിൽ എന്തുകൊണ്ട് നോ എറർ? അല്ലല്ല, മറ്റേതിനകത്ത് നോ എറർ. ഇതിനകത്ത് 3-നകത്ത് എററുണ്ട്. ബട്ട് നോ ഹാം. എന്താണ്? അതാണ് ഒരാളെ കൊടുത്തേക്കുന്നത്. ആ താഴത്തുള്ളത് എറർ നോ ഹാം. കണ്ടോ? ഇടതുവശത്ത് എഴുതിയേക്കുന്ന കണ്ടോ? കണ്ടു. അന്നേരം എറർ നോ ഹാം. ഹാം എന്ന് പറഞ്ഞാൽ ദോഷം അല്ലേ? ദോഷം ഉണ്ടായിട്ടില്ല, അപകടം ഉണ്ടായിട്ടില്ല. ഇത് എറർ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ എറർ എങ്ങനെ പോകുന്നു നമുക്ക് നോക്കാം. ബിയിൽ എന്തോ പറഞ്ഞിരിക്കുന്നത്? എറർ ഓക്കെ, ബട്ട് ദ എറർ ഡസ് നോട്ട് റീച്ച് ദ പേഷ്യന്റ്. എന്നിട്ട് നമ്മുടെ ഇന്റർസെപ്റ്റഡ് എറർ എല്ലാം എവിടെ വരും? ഞാൻ ബിയിൽ വരും. പേഷ്യന്റിൽ എത്തിയില്ല. ഞാൻ ആദ്യം ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞതിനകത്ത് ഇന്റർസെപ്റ്റഡ് എറർ പറഞ്ഞല്ലോ. അത് ഏതിനകത്ത് വരുന്നു? ബിയിൽ വരുന്നു. സി എന്തോന്ന് നോക്കാം. ആ എറർ ഒക്കെ but did not cause potential harm. Patient harm. An error occurred that reached the patient but did not cause patient harm. Patientന് ദോഷം ചെയ്തിട്ടില്ല. ഇനി അത് കഴിഞ്ഞിട്ട് ഡി അവിടെ വേറൊരു വേർഡ് അവിടെ വന്നിട്ടുണ്ട്. മോണിറ്ററിങ്. എന്താണ്? ഇത് രണ്ടും പേഷ്യന്റ് എത്തി. ഇവിടെ പേഷ്യന്റ് എത്തില്ല. ഇന്റർസെപ്റ്റഡ് എറർ. ഇത് ആക്ച്വൽ എറർ കേട്ടോ. ആൻ എറർ ഓക്കർ ദാറ്റ് റീച്ച് ദ പേഷ്യന്റ് ആൻഡ് റിക്വയർഡ് മോണിറ്ററിങ്. ഈ വേർഡാണ് മോണിറ്ററിങ് ടു കൺഫേം ദ റിസൾട്ട്. നോ ഹാം. നോ ഹാം ആണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ പേഷ്യന്റ് ഒബ്സർവ് ചെയ്യുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത് കാറ്റഗറി ഡി. അന്നേരം നിങ്ങൾ ഇപ്പം മനസ്സിലാക്കാൻ ഉറപ്പിക്കുന്നത് ABCD. ഇത് നിങ്ങൾ പേടിക്കണ്ട. മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ പേടിക്കണ്ട. ചാപ്റ്ററുകളുണ്ട്. നിങ്ങൾക്ക് എപ്പം വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നത്. പക്ഷെ ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് നിങ്ങൾ നോക്കണം. അതല്ലെങ്കിൽ ഞാൻ വരാനേ. മനസ്സിലായോ? ജസ്റ്റ് പാസ് ചെയ്തില്ലേ? ആദ്യത്തെ നോട്ട് വിത്ത് ദ പേഷ്യന്റ്. ഇവിടെ പേഷ്യന്റ് എത്തി. അതാണ് പേഷ്യന്റ് എത്തി. പക്ഷേ ഈ പേഷ്യന്റ് കാമൊന്നും ഉണ്ടായിട്ടില്ല. ഇത് കാം ഉണ്ടായില്ല എന്ന് ഉറപ്പിക്കാൻ മോണിറ്ററിങ് വേണ്ടി വരും.
നമ്മൾ അടുത്തയിലേക്ക് പോകും. ഇനി നമുക്ക് ഏതൊക്കെയുള്ള EFGH അത് അവിടെ ഞാൻ ഒന്ന് തിരിച്ചു വരിക, അറബ് സ്റ്റൈലിൽ വരിക, അവിടെ നിന്ന് അങ്ങോട്ട് വരിക. അതിന് പറഞ്ഞ ഡെത്തായ പേഷ്യൻ്റ് ഇല്ലേ? അന്നേരം എച്ച് എന്നുള്ള ഈ ഗ്രൂപ്പിലാണ് എച്ച് എന്നുള്ള ലെറ്ററുള്ളത് എല്ലാത്തിനും ക്ഷാമം ഉണ്ടായി, അപകടം ഉണ്ടായി, വിഷു ദോഷം ഉണ്ടായി ഇല്ലേ? എച്ച് ലെറ്ററിന് വെക്കുമ്പോൾ ഫസ്റ്റ് അന്നേരം അവിടെ നമുക്ക് റിസർച്ചേഷൻ നോക്കിയ ഇന്റർവെൻഷൻ എന്ന് പറയുമ്പോൾ മരുന്ന് കൊടുക്കുന്നതാവാം, അല്ലെങ്കിൽ നമ്മുടെ സർജിക്കൽ ഇന്റർവെൻഷൻ ആവാം. മനസ്സിലായോ? അന്നേരം ഇവിടെ ഇതാണ് എച്ചിലാണ് നമ്മുടെ കേട്ടോ. ഇനി അതിന്റെ തൊട്ട് ജി നോക്കിയ റോക്കേഡ്, എന്നാൽ ഇതിനകത്ത് ഇത്രയും യെല്ലോ കൊടുത്തിരുന്ന എല്ലാത്തിനാണ് റോക്കേഡ് എഴുതാം, പിന്നെ ഹാമും എഴുതാം. പിന്നെയുള്ള ഒരു വെട്ടിയുള്ള വ്യത്യാസം ഇതാണെങ്കിൽ നോ റോക്കേഡ് നോ ഹാം ഇത്രയും എഴുതാം. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജി ആണ്. റോക്കേഡ് ദാറ്റ് മേ ഹാവ് കോൺട്രിബ്യൂട്ടഡ് or resulted permanent patient harm. നമ്മുടെ ഫുഡ് ഡ്രോപ്പ് റീസ്ട്രോപ്പ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതുപോലെ വെജിറ്റേറ്റഡ് പേഷ്യന്റും അതിനുണ്ടല്ലേ? ഇപ്പൊ നമ്മള് ജി ആവാം, GH അതിലേ വരും. എന്നാൽ ഇപ്പൊ മനസ്സിലായോ ഈ നമ്മുടെ ഫുഡ് ഡ്രോപ്പ് ഇഞ്ചക്ഷൻ കൊടുത്ത് ഫുഡ് ഡ്രോപ്പ് ഉണ്ടാകുകയാണെങ്കിൽ ഇനി ഞാൻ അതിന്റെ എഫ് അല്ലേ? റോക്കേഡ് that may have contributed to the temporary harm. ഇവിടെ രണ്ടിടത്ത് temporary harm. temporary harm ഇവിടെ കൊടുത്തു temporary. ഇതിന് മറ്റേത് long hospitalization. ഇവിടെ long hospitalization. ഇവിടെ long hospitalization. ഇനി നമുക്ക് ഇവിടെ അങ്ങോട്ട് ഈ നിങ്ങൾക്ക് മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പല കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ അങ്ങോട്ട് പറഞ്ഞു that may have contributed or resulted in temporary harm to the patient and required intervention. Intervention എന്ന് പറയുന്ന മരുന്ന് കൊടുക്കുകയോ അതല്ലെങ്കിൽ സർജിക്കൽ ഇന്റർവെൻഷൻ ആയിരിക്കും. അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് മോണിറ്ററിംഗ് ഇന്റർവെൻഷൻ ഉണ്ടോ? മേ ഇൻക്ലൂഡ് ചേഞ്ച് ഇൻ തെറാപ്പി. മരുന്ന് കൊടുക്കണം, നമ്മുടെ ഡോക്ടറിന്റെ കീഴിലൊക്കെ ചെയ്യണമെങ്കിൽ ചേഞ്ച് ഇൻ തെറാപ്പി, മെഡിക്കൽ ഓർ സർജിക്കൽ ട്രീറ്റ്മെന്റ്. ഇന്റർവെൻഷൻ നെസസറി ടു സസ്റ്റെയിൻ ലൈഫ് ഓൺ ഇൻക്ലൂഡ് കാർഡിയോവാസ്കുലർ റെസ്പിറേറ്ററി CPR. മനസ്സിലായല്ലോ? ഈ മനസ്സിലായല്ലേ? എഫ് ഒന്ന് നോക്കിയാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. നിങ്ങൾ പക്ഷെ വായിച്ചൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് വായിക്കാൻ നമ്മൾ ശ്രമിച്ചില്ല. മനസ്സിലായോ? ജി എച്ച് നീ പടങ്ങൾ പേടിക്കുമോ? ഇല്ല. മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി എന്തെങ്കിലും ഇതിനകത്ത് സംശയം ഉണ്ടെങ്കിൽ എപ്പം എൻ്റെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ ഇത്ര ഇവിടുന്ന് മനസ്സിലാക്കി കൊടുക്കുക. ഇനി ഞാൻ സ്ലോലി എപ്പം പോകും, കാരണം ഇത് സ്ലോലി പറഞ്ഞിട്ട് ശരിയാണ്. ഇത് കേട്ടോ, ഇത് ഒരു പേഷ്യന്റിന് ഡെൽറ്റോയിഡ് ഇഞ്ചക്ഷൻ കൊടുക്കുക. ഈ സ്ലൈഡ് നമ്മുടെ വീഡിയോയ്ക്കകത്തുണ്ട്. ഇത് സംഭവിച്ചാൽ ഇതിന് ഞാൻ അനസ്തീഷ്യ കൊടുത്ത പേഷ്യന്റ് ഈ ഡെൽറ്റോയിഡ് ഇഞ്ചക്ഷൻ കൊടുത്തോ അത് നെക്രോസ് ചെയ്തു. എന്നിട്ട് മസിലിനകത്ത് പോയോ ആ ഇഞ്ചക്ഷൻ സർക്യൂട്ട് നീഡില് ലോങ് നീഡിലെടുത്തില്ല. എന്നിട്ട് ഇവിടെ പിന്നെ ഈ സബ്ക്യൂട്ടേനിയസ് ആയി പിന്നെ നെക്രോസ് ചെയ്ത് ഇതിനെ അവിടെ വേണ്ടി വന്നു. അന്നേരം ഇത് ഏത് കാറ്റഗറിയിൽ വരും? ഇത് ഏത് കാറ്റഗറിയിൽ വരും? ഇത് ഹോസ്പിറ്റലിൽ എത്ര നാൾ കിടന്നു എന്ന് പറയുന്നില്ല. ഹോസ്പിറ്റലിൽ ചിലപ്പോൾ
മനസ്സിലായില്ലേ? എന്നിട്ട് ഇത് വെച്ചുകൊണ്ട് ഇതൊക്കെ മനസ്സിലായില്ലേ? ഇപ്പോഴും പറയാം. ഇതായി ഇത് മറ്റേ ഞാൻ മുമ്പേ പറഞ്ഞ പരത്തി എഴുതിയേക്കുക. നിങ്ങൾ എന്നെ ഉപയോഗിച്ച് ഇത് കിടപ്പുണ്ട്. മറ്റേ ഞാൻ കാണിച്ച പട്ടത്തിലുള്ളല്ലോ എന്നെ ഉപയോഗിച്ച് ഇതാക്കുന്നത്. ഇനി വേറൊരു ഇതിന് വരും. ഇനി വരുന്ന ഹൈ റിസ്ക് മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പുണ്ട്. മെഡിക്കേഷൻ ഹൈ അലർട്ട് മെഡിക്കേഷൻ അറ്റ് റിസ്ക്. ഈ 3 പേരിൽ അറിയിക്കും. മെഡിക്കേഷൻ ദാറ്റ് വേർ heightened risk of causing patient harm when they are used in IR. അത് ന്യൂറോമസ്കുലർ എന്ന് പറഞ്ഞാൽ മസിൽ അനസ്തെറ്റിക് ഡ്രഗാണ്. ന്യൂറോമസ്കുലർ ബ്ലോക്കേജ്, ഇൻസുലിൻ, ഓപ്പിയേറ്റ്സ്, ആന്റിബയോട്ടിക്സ്, കീമോതെറാപ്യൂട്ടിക് ഏജന്റ്, പിന്നീട് കോൺസെൻട്രേറ്റഡ് ഇലക്ട്രോലൈറ്റ്, അഡ്രിനർജിക് ആന്റഗോണിസ്റ്റ്, ഡിജോക്സിൻ, തിയോഫിലിൻ, കോൺസെൻട്രേറ്റഡ്. ഇങ്ങനൊരു ഗ്രൂപ്പ് ഡ്രഗുണ്ട് ഹൈ റിസ്ക് ഡ്രഗ്. ഇതെന്തിനാ പറഞ്ഞതെന്നറിയാമോ? ഈ ഡ്രഗ് മറ്റുള്ളതിൻ്റെ കൊടുക്കുന്നത് ഇത് പ്രത്യേകമായിട്ട് വെച്ചോളണം. അത് അതിൻ്റെ ഡീറ്റെയിൽസ് അടുത്ത ടോപ്പിൽ വരും. ഇനി ഇത് ഞാൻ എപ്പോഴും സൗണ്ട് ലൈക്ക്, ലുക്ക് ലൈക്ക് ഡ്രഗ് അത് ഇവിടെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. അത് 3-4 ഡ്രഗ് എടുത്ത് പിന്നെ സജിന നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 3-4 ഡ്രഗ് എടുത്തേക്കുക. എന്നിട്ട് ഇത് വരുമ്പോൾ സൗണ്ട് ലൈക്കൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ ഓർക്കാറുണ്ട്. പണ്ട് കുഞ്ചറിൻ്റെ പേര് കേട്ടിട്ടുണ്ടോ? കുഞ്ചറിൻ്റെ കേട്ടിട്ടുണ്ടോ? ആര്? ഞാൻ കേട്ടു. കുഞ്ചറിൻ്റെ നമ്പിയും പറഞ്ഞിട്ടുണ്ട്. കുഞ്ചറിൻ്റെ പേര് രാജാവ് രാജാവ് നമ്പിയെ നമ്പി ആരെന്ന് ചോദിച്ചു. നമ്പിയാരെന്ന് ചൊല്ലില്ല. നമ്പി കേട്ടത് ഓപിച്ചു പറഞ്ഞു. എന്നിട്ട് ആ വേട് ഏകദേശം ഒരുപോലെ ഇരിക്കുന്ന പോലെ സൗണ്ടിലേക്ക് അതൊന്നും ഉള്ളതാണ്. അതുപോലെ സൗണ്ടിലേക്കാണ് ഈ കാണിച്ചത്. അത് ഞാൻ വായിക്കുന്നില്ല കേട്ടോ. അടുത്ത ഇതെന്തുവാ സീൻ? ബാല്യസുന്ദരിയിൽ കാരണം ഈ നിൽക്കുന്നത് സാക്ഷാ ശ്രീരാമനാണ്. ഈ സുഗ്രീവനും ശ്രീരാമനും തമ്മിലൊരു കോൺട്രാക്ട് ഉണ്ട്. ഭാര്യയെ കൊണ്ടുവരാമെന്ന്. അങ്ങനെ ഭാര്യയായിട്ട് അടികൂടാൻ വിട്ടു. അവിടെ അന്നേരം ഈ ഭാര്യയ്ക്കൊരു വല കെട്ടിയിട്ടുണ്ട്. ആര് ഭാര്യ എതിർക്കുന്നു അവരുടെ കിട്ടും. അങ്ങനെ ശ്രീരാമൻ ഒളിയെ പെയ്യാൻ നോക്കി. പക്ഷേ സാക്ഷാൽ വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമന് പോലും കണക്കിന് നമ്മുടെ കാര്യം അല്ലേ കട്ടപ്പുറ അല്ലേ? ഇതാണ് നമ്മുടെ ജയറാമിൻ്റെ സിനിമയില് അവര് അല്ലേ? എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇത് ഇത്രയും എററുകൾ പറഞ്ഞില്ലല്ലോ. സേവനത്തിലേക്ക് അതൊക്കെ എനിക്ക് കൂടുതൽ പറയുമ്പോൾ ഞാൻ പറയാൻ തരാം. ഇതൊക്കെ ഇങ്ങനെ കൂടാൻ ഒരു 2 ഇറക്കം കൂടെ ഞാൻ പറയാം. 2 ഇറക്കം നിങ്ങൾ കേട്ടിട്ടില്ലാത്തതാണ്. ഈ മാനുഫാക്ചറിങ് കമ്പനിയിൽ വെച്ചിട്ട് മരുന്നുണ്ടാക്കിയിട്ട് ലേബൽ വെക്കും. മുമ്പൊരിക്കലില്ല സാറിനൊക്കെ ഓർമ്മയുണ്ട്. അങ്ങനെ 3-4 കേസ് മോണിറ്റർ വെച്ചുകൊണ്ട് ഇതിന് ഹലോ കേൾക്കുന്നില്ലേ? അട്രോപ്പിൻ കൊടുത്തു. ഇപ്പം കേൾക്കുന്നുണ്ടല്ലേ? ഇതുവരെ പറഞ്ഞ് മനസ്സിലായോ? അട്രോപ്പിൻ കൊടുത്തു. ഈ മോണിറ്റർ കണക്ട് ചെയ്തുകൊണ്ട് ECG മോണിറ്റർ കണക്ട് ചെയ്താണ് അട്രോപ്പിൻ കൊടുത്തു. അന്നേരം ഇറഗുലാരിറ്റി ഉണ്ട്. ഉടനെ മനസ്സിലായി ഇത് അട്രോപ്പിനല്ല, can be some other drug. That was അതെങ്ങനെ സംഭവിച്ചു? കാരണം കമ്പനിയിൽ 2 ലാബുകൾ ഒരുപോലെ ഇരിക്കും, ഒരു മന പോലെ ഇരിക്കും. ഈ ഒട്ടിക്കാൻ വേണ്ടി ആളുകളെ ഏർപ്പെട്ടിരുന്നു. അന്നേരം അവരെല്ലാം ഒരു ബാച്ച് ഇത് മാറ്റിയാണ് ഒട്ടിച്ചത്. അട്രോപ്പിന് കയറി അഡ്രിനാലിൻ്റെ ലേബൽ ഒട്ടിച്ചു, അഡ്രിനാലിനെ കയറ്റി അട്രോപ്പിൻ്റെ ലേബൽ അങ്ങനെ വെച്ച്. പിന്നെ അതൊരു ടൈപ്പ് വേറെ. പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് അതെനിക്ക് ഈ അടുത്ത സമയത്ത് ഒരു സീരിയല് ഞാൻ ഊണ് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സീരിയലുണ്ടോ
ഇവർക്ക് ഇന്നരോട് ഇഷ്ടമാണ്. ഇന്നലെ അവള് കൊടുത്ത മരുന്ന് മാറിപ്പോയെന്ന് വരുത്താൻ വേണ്ടി അവർക്ക് സ്ഥിരം കൊടുക്കുന്ന മരുന്ന് മാറ്റിയിട്ട് അവിടെ ഓറൽ ഹൈപ്പോഗ്ലൈസീമിയ ഇഞ്ചക്ഷൻ എടുക്കും. അത് പർപ്പസ്ഫുള്ളായിട്ട് ചെയ്യുന്ന യാത്രയാണ് അല്ലേ? അന്നേരം മറ്റൊരു കമ്പനിയില്ല. ഇതൊന്നും പുസ്തകത്തിനകത്തില്ല. ഇതെല്ലാം ഈ കഥാകാരന്മാരുടെ ഇതൊക്കെ ഉള്ളു. ഇത് ലുക്കല്ലേ, ഞാൻ ഇത് ഓടിച്ചു വിടുക. ഇത് ഈ പടം ഞങ്ങൾ 2005 എടുക്കുകയാണ്. ഇത് രണ്ടും ഒരുപോലെ ഇരിക്കുന്ന അത് അന്ന് ഞങ്ങൾ 2005 എടുത്ത പടത്തിന്റെ ഈ കോമ്പിനേഷൻ ഈ കഴിഞ്ഞ വർഷം ഈ അമൃത എന്നുള്ള ഒരു റിപ്പോർട്ടിനകത്ത് അനസ്തീഷ്യ ഇയർ ബുക്കിനകത്ത് അവിടുത്തെ മേഡം എഴുതിക്കൊണ്ടിരുന്ന അവിടെ ആരോ കൊടുത്തില്ലാത്ത ഉണ്ടാക്കുന്ന പേര് സിംകോളാണ്. അന്നേരം നമ്മുടെ കയ്യിൽ മാത്രമല്ല, ഇത് സ്ഥിരം ഉള്ള ഇത് കറക്റ്റ് ചെയ്ത് പറ്റും. മനസ്സിലായോ? ലുക്കല്ലേ, സൗണ്ടല്ലേ, അത് എത്ര പറഞ്ഞാലും നല്ലത്. എനിക്ക് ഇതിനുണ്ടല്ലേ, ഞാൻ പെട്ടെന്ന് വിടുക. മനസ്സിലായില്ലേ? ലുക്കലേക്കാണ് ഈ വലിയ സുഗ്രീവന്മാരാണത്. ഒരെണ്ണം വ്യത്യസ്തോടും ഒരെണ്ണം വിടാസോടും. പിന്നെ അടുത്ത ഇതുവരെ വന്നില്ല, ഞാൻ വായിക്കാൻ വിട്ടുപോയാണെന്ന് തോന്നിയിട്ടില്ല. ഏറ്റവും കൂടുതൽ ഡ്രഗ് എറർ എന്ന് പറഞ്ഞ റിപ്പോർട്ട് ചെയ്തത് ആന്റിബയോട്ടിക് അനസ്തെറ്റിക്സ് കേട്ടോ. ഇത് അബ്രീവേഷൻ, നമുക്ക് ചുരുക്കെടുത്ത അബ്രീവേഷൻ ക്യാൻ കിൽ, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അബ്രീവേഷൻ ചിലപ്പോൾ കൊല്ലാം. വൈ? എന്തുകൊണ്ട്? പ്രിസ്ക്രൈബേഴ്സ് യൂസ് ദെയർ ഓൺ അബ്രീവേഷൻ. ഇപ്പം ഞാൻ എൻ്റെ അബ്രീവേഷൻ വേറെ ഹോസ്പിറ്റലിൽ അവരുടെ ഡോക്ടർ ഓരോ അബ്രീവേഷൻ യൂസ് ചെയ്യും. ഡിഫറെന്റ് ഇൻഡിവിജ്വൽ ഫാർമസിസ്റ്റ് may receive or interpret abbreviation differently. Example, HCT 200 milligram ഉദ്ദേശിച്ച ഡ്രഗ് ഹൈഡ്രോകോർട്ടിസോൺ ആണ്. ബട്ട് ഡിസ്പെൻസ് എന്താണ്? ഹൈഡ്രോക്ലോർതയാസൈഡ്. എന്താണ്? അത് ഡയബറ്റിക് ആണ്. അടുത്ത CFZ ഇന്റൻഡഡ് ഡ്രഗ് ഈസ് ക്ലോർപ്രോമസിൻ, ആന്റി-എമിറ്റിക്. but dispensed is carbamazepine, anti-epileptic. പിന്നെ ASLT ഇന്റൻഡഡ് ഡ്രഗ് ഈസ് pseudoudine, but mistaken for sertraline. അതുകൊണ്ട് പറഞ്ഞിട്ടുള്ള ഗുണപാഠം എന്ന് പറയുന്നത് ഓൾവേസ് യൂസ് WHO accepted abbreviation only. മനസ്സിലായില്ലേ? ഇദ്ദേഹത്തിന് ഇത് പഠനം ഞാനൊരു ദിവസം എനിക്ക് തീരെ ഉറക്കം വന്നിട്ടില്ല. രാജീവ് സാർ അയച്ചെന്ന് ഇതെടുത്ത് വെച്ച് വായിച്ചു. കഥ മെഡിക്കൽ കഥ. അന്നേരം വന്നപ്പോൾ എൻ്റെ ഹാൻഡ്രൈറ്റിനെ കുറിച്ച് കുഞ്ഞുണ്ണി മാഷുണ്ടായിരുന്നു എന്ന്. കുഞ്ഞുണ്ണി മാഷിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ വലിയ കാര്യങ്ങൾ കൊച്ചു കൊച്ചു വരികളിലായിട്ട് പറയും. കണ്ട് എഴുതിയിരിക്കുന്നുണ്ട്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. അതുപോലെ കുഞ്ഞുണ്ണി മാഷ് എൻ്റെ അടുത്ത് പറഞ്ഞായിട്ട് എനിക്ക് തോന്നിയാണ്, വൃത്തിയായി എഴുതുക, ശ്രദ്ധയോടെ എഴുതുക, വടിവോടെ എഴുതുക, വടിവെക്കാറില്ല, വടിവോടെ എഴുതുക, സമയം ചേർന്ന് എഴുതുക, അതായത് എപ്പോഴൊക്കെ മരുന്ന് കൊടുക്കണമെന്ന് എഴുതുക, വഴി ചേർത്ത് എഴുതുക, കൂട്ടെഴുതണം, പൂർവ്വവഴി ഒഴിയുക, പ്രവേശം വേണ്ട. പിന്നെ കുറെ ഉണ്ട്. അത് തൽക്കാലം നിങ്ങൾക്ക് ഇനി ഏറ്റവും ഇഷ്ടപ്പെട്ട ശൈലി കാണിക്കുകയാണ്. ഹലോ, മനസ്സിലായോ? ഇതിപ്പോ ഇത്രയും പറയാൻ എനിക്ക് തോന്നുന്നത് ഒരുവിധം മനസ്സിലായി എനിക്ക് തോന്നൽ വന്നു. ഞാൻ ഓരോരുത്തരുടെയും ഫേസ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ ഒരാളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് കേട്ടോ. ആതിര KL എൻ്റെ കൂടെ നിന്നിട്ടില്ല, പക്ഷെ അയാളുടെ അടുത്ത് ഞാൻ മെഡിക്കേഷൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇത്രയും എന്നാൽ ഞാൻ അയാളെ അത് അതിന് ഒന്ന് കണ്ടിട്ടുണ്ടല്ലേ, വഴിപറ്റുകളുടെ ഇടകളോട് ചോദിച്ചിട്ട് ആതിരെ കൊണ്ട് ഞാൻ ഡിസ്പെൻസിങ് ആളിത്രയുള്ളൊരു